ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോക്ക്ഡെയിൽ പയനിയേഴ്സിനെ കുറിച്ചിട്ടാണ്. റോക്ക്ഡെയിൽ പയനിയേഴ്സ് ആരാണ്, അതിന്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയത്. ഇനി അവരുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവർക്ക് മാത്രമായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ 1860 റോക്ക്ഡെയിൽ സൊസൈറ്റി ഹാസ് മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് റൂൾസ് ഓഫ് കണ്ടക്ട് ഇൻ ബിസിനസ് ഇൻ ഇറ്റ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ അവരെങ്ങനെയാണ് അവരുടെ ബിസിനസ് എങ്ങനെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള റൂൾസ് ഒക്കെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദീസ് റൂൾസ് വെയർ അഡാപ്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ ദ ബിസിനസ്. They came to be known as റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. അങ്ങനെ ആ മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള ആ റൂൾസ് ആണ് ആ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ബിസിനസ് ചെയ്യാനായിട്ട് അഡാപ്റ്റ് ചെയ്തിരുന്നത്. അതിന് പിന്നീട് അറിയപ്പെട്ടു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ദീസ് പ്രിൻസിപ്പിൾസ് വെർ മോസ്റ്റ് കണ്ടൻസീവ് ടു ദ ഓവർ ഗ്രോയിങ് സക്സസ് ഓഫ് ദി മൂവ്മെന്റ്. ആ പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോഴും നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മൂവ്മെന്റിന്റെ സക്സസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് നോക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ്. എല്ലാവർക്കും ഓപ്പൺ ആയിട്ടാണ് മെമ്പർഷിപ്പ് ഇരിക്കുന്നത്. അതായത് ക്രീഡ് നോക്കുന്നില്ല, കാസ്റ്റ് നോക്കുന്നില്ല, ജെൻഡർ നോക്കുന്നില്ല, ഇൻകം നോക്കുന്നില്ല. ആർക്കൊക്കെയാണോ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവർ വില്ലിങ് ആയിട്ടുള്ളത് അവർക്കൊക്കെ ഈ സൊസൈറ്റിയിൽ അറ്റ് എനി ടൈം എടുക്കാനായിട്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രിൻസിപ്പിള് ക്യാഷ് സെയിൽസ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ബാഡ് ഡെറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാപിറ്റൽ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മെത്തേഡാണ്. സച്ച് എ പോളിസി വുഡ് ഡിപ്രൈവ് സം വില്ലിംഗ് പേഴ്സൺസ് ഓഫ് ചാൻസ് ഓഫ് ജോയിനിങ് ദ സ്റ്റോർ, ബട്ട് പയനീർസ് പ്രിഫേർഡ് ലിമിറ്റഡ് മെമ്പേഴ്സ് ഓഫ് സെലക്ടഡ് character who may observe the policy when may ultimately lead to profit. ഒരു സുഖമില്ലല്ലോ അല്ലേ? അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ക്യാഷ് സെയിൽസ് അവര് ലിമിറ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ ക്യാരക്ടറും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അവരെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ക്യാഷ് സെയിൽസ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവാനുള്ള ചാൻസ് ഇല്ല, ബാഡറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. വൺ മാൻ വൺ വോട്ട്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചതാണ്. പ്രൈസ് പോളിസിയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ടായിരിക്കും പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സോൾഡ് അറ്റ് ചീപ്പർ റേറ്റ്സ് ദാൻ ദ മാർക്കറ്റ്. ദെർഫോർ മാർക്കറ്റ് റേറ്റ് ഷുഡ് ബി ചാർജ്ഡ് ആൻഡ് നോ ക്രെഡിറ്റ് ബി ഗിവൺ ഓർ ആസ്ക്ഡ്. ഒരാളും മാർക്കറ്റ് റേറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആരും ഒന്നും തന്നെ ക്രെഡിറ്റിനൊന്നും ചോദിക്കില്ല. ഫിക്സ്ഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് അവർക്ക് എല്ലാവർക്കും ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു. അവരുടെ ഡിവിഡൻഡ് ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, അത് ഡിക്ലെയർ ചെയ്തിരുന്നു. മെമ്പേഴ്സിന് അവരുടെ സേവിങ്സ് ഒക്കെ സ്റ്റോറിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് അവരെയൊക്കെ ഇൻഡ്യൂസ് ചെയ്തിരുന്നു. സെയിൽ ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേഡ് ആർട്ടിക്കിൾസ്. എപ്പോഴും അവരുടെ സ്റ്റോറിൽ വിറ്റിരുന്നത് അൺഅഡൾട്രേഡ് മായം ചേർക്കാത്ത ആർട്ടിക്കിൾസ് ആണ്, അത് പ്യുവർ ആയിട്ടുള്ള. അതുപോലൊപ്പം തന്നെ മിഡിൽ മാനെയൊക്കെ അവോയ്ഡ് ചെയ്തിരുന്നു. ഡിവിഡൻഡ് ഓൺ പർച്ചേസസ്. കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള ഡിവിഡൻഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചർ ഓഫ് ദ റോക്ക്ഡെയിൽ സ്റ്റോർ. റോക്ക്ഡെയിൽ സ്റ്റോറിന്റെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു അത്. എഡ്യൂക്കേഷൻ ഓഫ് എ മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. കോർപ്പറേറ്റേഴ്സിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഏരിയനെ കുറിച്ചിട്ടുള്ളതും. ഫോർ ദിസ് എ ഡെഫിനറ്റ് പോർഷൻ ഓഫ് ദ സർപ്ലസ് വാസ് സെറ്റ് അപ്പാർട്ട് ബിഫോർ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള വെയ്റ്റ്സ് അതുപോലെ തന്നെ മെഷേഴ്സ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അടുത്തതാണ് എന്തുകൊണ്ടാണ് അവരെ പയനീഴ്സ് നിന്ന് വിളിച്ചിരുന്നത്. റോക്ക്ഡെയിൽ പയനീഴ്സ് ഫസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഒന്നുമല്ല. അതിനേക്കാൾ മുൻപൊക്കെ പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവരെ പയനീഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അവരെ പയനീഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണങ്ങൾ? ഫസ്റ്റ് റീസൺ ആണ് റോക്ക്ഡെയിൽ പയനീഴ്സ് ഓർഗനൈസ്ഡ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ സ്റ്റോർ ഇൻ ദ കൺട്രി വിത്ത് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈസ് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ്. ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് റോക്ക്ഡെയിൽ പയനിയേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ
ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ ആണ് ദ പ്രിൻസിപ്പിൾസ് അഡാപ്റ്റഡ് ബൈ ദം വെർ ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സോ ദാറ്റ് ദേ ഫോംഡ് ദ ബേസ് ഓഫ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊനൗൺസ്ഡ് ബൈ ICA. അവർ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അതാണ് പിന്നീട് ICA പോലും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു റീസൺ. മൂന്നാമത്തെ റീസൺ, ദി പയനിയേഴ്സ് ഹു ഓർഗനൈസ്ഡ് ദി സ്റ്റോർ വെർ റിനൗണ്ട് പേഴ്സൺസ് ഓഫ് ദി ഇറ. ആ കാലഘട്ടത്തിലെ വളരെ വെൽ നോൺ പേഴ്സണാലിറ്റീസ് ആണ് അത് ഫൗണ്ടേഴ്സ്. അതോടൊപ്പം തന്നെ അവർക്ക് പലതരത്തിലുള്ള ഓർഗനൈസേഷൻസുമായിട്ട് പലതരത്തിലുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഈ ഏരിയയിൽ വളരെ ഫേമസ് ആയിട്ട് മാറി. അതൊരു റീസൺ. നെക്സ്റ്റ് റീസൺ, ദേ ഗേവ് എ ഫൈനൽ ഷേപ്പ് ടു ദ സ്ട്രേ എക്സ്പെരിമെന്റ്സ്. അതുവരെ ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ടെങ്കിലും അതൊക്കെ സ്ട്രേ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. പക്ഷെ റോക്ക്ടെയിൽ പയനിയേഴ്സിന്റെ എക്സ്പെരിമെന്റ്സ് ആണ് ഫൈനൽ സ്റ്റേജിലായിട്ടുള്ളത്, ഫൈനൽ ഷേപ്പിലായിട്ടുള്ളത്, വിച്ച് സ്പ്രെഡ് നോട്ട് ഓൺലി ഇൻ ഇംഗ്ലണ്ട് ബട്ട് ത്രൂ ഔട്ട് ദ വേൾഡ്. അഞ്ചാമത്തത്, ഇറ്റ് വാസ് ദേ ഹു ഓർഗനൈസ്ഡ് എ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട് വിച്ച് ഗേവ് എ സ്ട്രോങ് സപ്പോർട്ട് ടു ദ റീറ്റെയിൽ സ്റ്റോഴ്സ് ആൻഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആസ് എ വോൾ. ഇറ്റ് വാസ് ദി ഹു ഓർഗനൈസ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ് ഒക്കെ ഇവരാണ് ഫോം ചെയ്തിട്ടുള്ളത്. വളരെയധികം സ്ട്രോങ് സപ്പോർട്ട് റീറ്റെയിൽ സ്റ്റോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റീസൺസ് കൊണ്ടാണ് നമ്മൾ ഇവരെ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ. നാളെ നമുക്ക് വേറൊരു ഏരിയ എടുക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.